ഹലോ ആൻഡ് വെൽക്കം ടു എ വീക്ക് ഇൻ മൈ ലൈഫ്. ഗൈസ്, ഞാൻ ജിമ്മിലൊക്കെ പോയി വന്ന് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് നല്ല പ്രൊഡക്റ്റീവ് ഇങ്ങനെ കുത്തി നിറഞ്ഞിരിക്കും. എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഗൈസ്, ഞാൻ എന്തോ ഡ്രിപ്പ് ഇടാൻ പോയി ആൻഡ് ആ ഗ്ലൂക്കോസിന്റെ ബോട്ടിലിൽ എന്തോ പ്രൊഡക്ടിവിറ്റിയുടെ സംഭവം ഉണ്ടായിരുന്നു. അത് എൻ്റെ അകത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഐ ആം വെരി എക്സൈറ്റഡ്. അയ്യോ, നല്ല തണുപ്പാട്ടെ. ഇന്നിവിടെ 15 ഡിഗ്രി ആയിരുന്നു രാവിലെ. പിന്നെ വണ്ടിക്കാണ് പറഞ്ഞെങ്കിൽ പിന്നെ പറയണ്ട. സോ യെസ്, അപ്പം ഞാൻ ഇത് കഴിച്ചെടുത്ത് എന്നിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇതല്ല, ഇതിൻ്റെ അപ്പുറം വരുന്ന അവസ്ഥ ക്ലീൻ ആയിട്ടുണ്ട്. ഇത് ഇന്ന് രാവിലെ മുതലുള്ളതാ. ആക്ച്വലി എനിക്ക് ഭയങ്കര ടയേർഡ് ഫീലാണ്. എന്താന്ന് അറിഞ്ഞുകൂടാ. ഒരു കരിക്ക് വെള്ളം കുടിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് റിവൈവ്ഡ് ഫീലാവും. ഇപ്പൊ തണുപ്പായതുകൊണ്ട് കരിക്കിന് നല്ല വില കുറവാണ്. സോ ഞാനിപ്പം മേടിക്കാറുണ്ട്. എന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം എന്തായാലും ഞാൻ കുടിക്കണ്ട്. അത് ഓൾമോസ്റ്റ് എന്നും തന്നെ ആയല്ലേ. ഇവിടെ എന്താ എന്റെ തോക്ക് ഡേ ആയിട്ടുണ്ട്. 12 മണി ആവാമോണ്. സോ ഇന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഫുൾ പണി തീർക്കണം. സോ ഇന്ന് എന്റെ ഒരു ക്ഷീണവും ഒരു ഡ്രാമയും ഒന്നും നടക്കൂല. ഇതിത്തിരി ദൂരം നിൽക്കണം, അല്ലെങ്കിൽ എന്റെ ഉടുപ്പും ഒക്കെ കുറയും. ഓക്കെ, ഇത് പോരാണ്ട് എന്റെ ഹെയർ വാഷ് ഡേ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ രാവിലെ കുളിക്കില്ലായിരുന്നു തന്നെ. ബട്ട് എനിക്ക് അറിഞ്ഞൂടാ, സൊസൈറ്റിയിൽ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഹോട്ട് വാട്ടറിന്റെ സംഭവം അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പതുക്കെ ഒരു ലൂക്ക് ബോം വാട്ടർ എന്തായാലും കിട്ടാറുണ്ട് കേട്ടോ. കുറച്ച് നേരം ടാപ്പ് തുറന്നു വെക്കണം, ഒരു 5 മിനിറ്റെങ്കിലും. പിന്നെയാണ് ആ ഒരു പതുക്കെ ചൂടുവെള്ളം വന്നത്. സോ യെസ്, ടച്ച് വുഡ് എപ്പോഴും ഇങ്ങനെ തന്നെ വന്നോണ്ടിരിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഹാവ് കോക്കോനട്ട് വാട്ടർ ആൻഡ് റീ എനർജൈസ്. എന്നാ എല്ലാരും കുടിച്ചോ? നിങ്ങൾ പോയി വൃത്തിയാക്കട്ടെ. ഇങ്ങനെ ഇവിടെ വന്ന് നിങ്ങൾ ഇരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ വൃത്തിയാക്കി പ്രൊഡക്റ്റീവ് ആവുക. ആരാ പറയണേ? ഈ ഗ്ലോ കാണുന്നുണ്ടോ? യെസ്, വെള്ളം കുടിച്ചാലും കിട്ടും. പക്ഷെ ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എഫക്ട് എന്തായാലും കിട്ടും. നമുക്ക് ഇവിടെ ആണെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആവശ്യമില്ല. അപ്പുറത്തെ പറമ്പിലുണ്ടെങ്കിൽ പോയി എടുത്തോണ്ട് അലൗഡ് ആണെങ്കിൽ മാത്രം ഗൈസ് നമുക്ക് അവിടെ സുഖമായിട്ട് കിട്ടും കരിക്ക്. സോ ഡ്രിങ്ക് എന്നും കുടിക്കാം ഒരു കരിക്ക്. ഞാൻ അവിടെയൊക്കെ എത്ര ഓർഗാനിക് ആയിട്ട് ഡയറക്റ്റ് തെങ്ങിന്ന് വീണ്. ഓക്കെ ഗൈസ്, ഇപ്പം എനിക്ക് കുറച്ച് ജീവൻ വെച്ചു. ആൻഡ് ഐ ആം ഫീലിംഗ് സോ ഫ്രഷ്. കുറച്ച് ക്ഷീണമുണ്ട്. എന്താ ഈ ക്ഷീണം പെട്ടെന്ന്? കണ്ണ് കിട്ടിയ എനിക്ക് ചൂട്. ഞാൻ കുറച്ച് നേരം കണ്ട വുഡിലോട്ട് നമ്മുടെ കുന്നുകൂടെ കിടപ്പുണ്ട്. ഇന്ന് ഈ പണി ഒന്ന് വേഗം തീർത്തേക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ വേഗം തന്നെ കുറച്ച് എനിക്ക് ഇയർഫോൺ വെക്കണം എന്നുണ്ടെന്നാ വേണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് ഡിറ്റോക്സ് മോഡിലേക്ക് പോകാൻ തോന്നുന്നു വെച്ചാൽ ടെക്നോളജി ഡിറ്റോക്സ് ഉണ്ടാവില്ല. ഒരു സാധനവും വേണ്ട, അപ്പുറം അങ്ങനെ. പക്ഷെ പിന്നെ ബോറടിക്കുകയും ചെയ്യും. 100 ഇന്നാ പിടിച്ചോ, 100 ഇന്നാ മേഡം. ഞാൻ വിചാരിക്കുകയാണ് ഡിവൈഡ് ചെയ്യാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും വീട്ടിലിടുന്നത് ജിമ്മ് ഒരുമിച്ച് തന്നെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എത്നിക് ഒരിടത്ത്, വുളൻ ഒരിടത്ത്, പിന്നെ കാഷ്വൽ ആയിട്ട് പുറത്തേക്ക് പോകുമ്പോഴുന്നത് അത് വേറെ. മൈ ഗോഡ്, ഞാൻ എന്തിനു റിച്ചാ. മടിയാവണേ. അയ്യോ, ഈ കഴുകാത്ത ഇത് അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഈ കഴുകാത്ത തുണികളൊക്കെ ഇതിനകത്ത് മിക്സ് ആയതിനാ കിടക്കണേ. ഓക്കെ, മമ്മിയുടെ മാക്സീസും ഉണ്ടാവും. ഉള്ളനെല്ലാം ഇപ്പറം മാറ്റാം. ഓക്കെ, ഡൊണേറ്റ് ചെയ്യാനുള്ളതും നമുക്ക് ഡിവൈഡ് ചെയ്യണം ഗൈസ്. ഡൊണേറ്റ് ചെയ്യണം ഞാൻ അവിടെ വെക്കാം. ഓക്കെ, കാറ്റഗറൈസ് ചെയ്തപ്പോ പെട്ടെന്ന് എന്റെ ഒരു കഴിവ്. പണ്ടേ പഴമക്കാർ പറയും എനിക്ക് ഭയങ്കര കഴിവ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിന്ന് കുറെ ഞാൻ കളയണമുണ്ട് കേട്ടോ. ഐ മീൻ കളയാ മീൻസ് കഴിഞ്ഞാൽ അങ്ങറ്റം യൂസ് ചെയ്തിട്ടേ ദ്രവിച്ച് ഓട്ടയൊക്കെ വന്നത് അത് ഞാൻ കളയണമുണ്ട്. കാരണം ഇനി കുത്തി നിറയ്ക്കാൻ പോയാൽ ഞാൻ ഇടവുമില്ല ഗൈസ്. അതുകൊണ്ടാ. കാരണം എന്താണെന്നറിയാമോ സംഭവം? എൻ്റെ അടുത്ത് ഈ ദ്രവിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഈ ഓട്ടോകൾ ഞാൻ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. പുതിയതുള്ളതും വേറെയൊക്കെ നല്ലതുള്ളതും ഒരു പ്രാവശ്യം പോലും ഇടാത്ത അങ്ങനെ തന്നെ ഷോപ്പിലൊക്കെ ഞാൻ വയ്ക്കും. സോ യെസ്, this year I will utilize everything. The main thing is mostly എല്ലാ സംഭവങ്ങളും എൻ്റെ 2 കൊല്ലം പഴയതായിട്ടുള്ള കുറെ ഡ്രസ്സുകൾ ഉണ്ട്. ഞാൻ സ്ലിം ആയിരുന്ന സമയത്തുള്ളത്. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തു, ഹെൽത്തി ആയി, നല്ല തീറ്റയും. പിന്നെ എനിക്കൊന്നും പാകാവുണ്ടായിരുന്നില്ല. പിന്നെ അതേ വെയിറ്റ് തിരിച്ചു വരാനായിട്ട് ഞാൻ പെടാപ്പാട് പെട്ട് വീണ്ടും റൂട്ടിലേക്ക് ഇങ്ങനെ തെറ്റി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് നൗ ഐ എം സീരിയസ്. ഞാൻ 2 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന എനിക്ക് ഇടാൻ പറ്റാണ്ടായ ഡ്രസ്സുകളൊക്കെ ഇല്ല, ഞാൻ ഡൊനേറ്റ് ചെയ്യാൻ പോകും. ഇനി എപ്പോഴാണ് ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യണം അപ്പൊ ഞാൻ പുതിയത് മേടിച്ചോളാം. ആവശ്യമുള്ളവർക്ക് ഇപ്പൊ വേഗം കിട്ടും. ഈ
ടോപ്പിന് ഞാൻ എന്തോരം അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല. ഈ ചുരിദാർ മമ്മി കൊല്ലങ്ങളായി ഇട്ടോണ്ടിരിക്കണം. നമുക്ക് ഇതിന്റെ പാവാട പാന്റിന്റെ വള്ളി എടുക്കാം, അത് റീയൂസ് ചെയ്യാം. ബട്ട് പാന്റ് വേണ്ട. മമ്മിയുടെയും കുറെ മാക്സി കളയാനുണ്ട് ഗൈസ്. ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നമ്മള് പുതിയത് മേടിക്കും. എനിക്ക് എന്റെ കുറെ ദ്രവിച്ചിരിക്കുന്ന നൈറ്റ് സൂട്ട്സും കളയാനുണ്ട്. നവരാത്രി എപ്പ വരും? ഓക്കെ, ഈ ചുരിദാർ കളഞ്ഞ മമ്മീനെ കൊല്ലും. പർപ്പിൾ ഐറ്റംസ് ഒക്കെ നമുക്ക് വേറെ ആയിട്ട് വെക്കാട്ടോ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ ജിമ്മില്, സ്ലിം ആവുമ്പോൾ ഇടാനായിട്ടാണ്. അതിത് ഭയങ്കര ക്രോപ്പ്. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് സ്ലിം ആവണം. എന്റെ വാർഡ്രോബ് ശരിക്കും ഒരു റിഫ്രഷ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആക്ച്വലി ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എന്തൊക്കെ പറയാറുണ്ട്. എന്താ മലയാളത്തിൽ പറയാൻ ഡിസേർവ് ചെയ്യേണ്ടെന്ന്? ഞാൻ ഡിസേർവ് ചെയ്യണം, ഞാൻ ആഗ്രഹപ്പെടണു. നോ, ഞാൻ എന്താ പറയാ ഡിസേർവ് ചെയ്യാ, ഞാൻ ആഗ്രഹിക്കുന്നു. കുറെ ഇന്നർ വിയർ ഉണ്ട് കേട്ടോ, അതും കളയണം. എന്നിട്ട് നല്ലത് പുതിയത് സിവാമേന്ന് മേടിക്കണം. എന്റെ സ്പോർട്സ് ബ്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ ഇടുന്ന ബ്രാ ഇല്ല, അത് ഏറ്റവും ബെസ്റ്റ്. HRXന്റെ ഞാൻ മേടിച്ചായിരുന്നു ജിമ്മ് സ്റ്റാർട്ട് ആയിരുന്ന സമയത്ത്. ഇപ്പൊ എത്രയായി? 2.5 കൊല്ലമായി. ബട്ട് ഇപ്പോഴും ഇൻടാക്ട്. കാരണം ഞാൻ റെഗുലർ അല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഇത് ഞാൻ നാട്ടിൽ നോക്കിക്കൊണ്ട് വന്നതാ. മൈ ഫേവറേറ്റ് ടീ-ഷർട്ട്. മമ്മിക്ക് മാക്സി മേടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ അത് നടക്കൂല. സർപ്രൈസ് കൊടുക്കാന്നുള്ളതില് മമ്മിക്ക് പിടിക്കൂല. മമ്മിക്ക് മമ്മിയുടേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. സോ ആ ടേസ്റ്റ് ആർക്കും ലെവൽ ചെയ്യാൻ പറ്റില്ല. എന്റെ ആക്ച്വലി വക്കണേക്കാട്ട് കൂടുതൽ കളയാനുള്ളതാണ്. ഒരു കുന്നായിട്ടുണ്ട്. ഞാൻ ഇനി എല്ലാം പുതിയത് ഇടും ഈ കൊല്ലം. എന്നുവെച്ചാൽ പുതിയെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇടാത്തതുണ്ടല്ലോ ഈ വീട്ടിലിരിക്കണ, അതെല്ലാം ഞാൻ ഇടും. സോ യെസ്, ഐ ഹാവ് ടു ബിക്കം സ്ലിം അറ്റ് എനി കോസ്റ്റ്. ഇല്ല, അറ്റ് എനി കോസ്റ്റ് ഒന്നുമില്ല, ഹെൽത്തി ആയിട്ട് തന്നെ ഞാൻ ആവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനർജി ക്രാഷ് ആക്കാൻ വയ്യ. എനിക്ക് എന്റെ ഹെയറിന്റെ ഹെൽത്ത് നോക്കണം, സ്കിൻ നല്ലതായിട്ടിരിക്കണം, നല്ല എനർജി വേണം. അപ്പൊ ഞാനിപ്പോ കാലറി ഡെഫിസിറ്റിലാണ്. ബട്ട് ക്രാഷ് ഡയറ്റ് നോ. അല്ല അങ്ങനെ നമുക്ക് ഇവിടെ കുറച്ചേരം നാപ്പ് എടുത്താലോ ഗൈസ്? ഞാൻ ആലോചിക്കാൻ എന്റെ എഥനിക് വെയർ ഇല്ലേ, ലെഹങ്ക, അതിനും ചിലതൊക്കെ ഡൊണേറ്റ് ചെയ്താലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അത് എത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് കളയണം. പക്ഷെ ഇത് ഞാൻ വെറുതെ കളയൂല. ഈ ഡ്രസ്സുകളൊക്കെ ഇല്ലേ, ഞാൻ ഒരു പ്രാവശ്യം വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി അല്ല, സോൾട്ട് ഇട്ട് ഉപ്പിട്ട് ഞാൻ കഴുകും. ഉപ്പ് മാത്രം ഇട്ട് കഴുകും. കാരണം ഇത് ഓൾറെഡി കഴുകിയതാണ് നമ്മൾ ഒരു പ്രാവശ്യം വാഷിംഗ് പൗഡറിൽ. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ സോൾട്ട് ഇട്ട് കഴുകി ഉണക്കി എന്നിട്ടേ കളയുള്ളൂ കേട്ടാ. കാരണം നമ്മുടെ എനർജി എന്ന് വെച്ചാൽ നമ്മൾ റെഗുലർലി ഇടുന്നതില്ല. ഇപ്പൊ മമ്മി അല്ലെങ്കിൽ മാക്സി റെഗുലർലി ഇടും, പിന്നെ എന്റെ ഈ നൈറ്റ് സൂട്ടൊക്കെ റെഗുലർലി ഇടണം. അപ്പൊ എന്റെ എനർജി ഉണ്ട് അതിനകത്ത്. സോ നമ്മൾ കളയുമ്പോഴും പിന്നെ അതിനെ ഈ നമ്മൾ തുടക്കണ തുണിയൊക്കെ ഒരിക്കലും അങ്ങനെ ആക്കരുതെന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ ബനിയനും മറ്റു സംഭവങ്ങളൊന്നും നമ്മൾ ഇപ്പൊ ഈ തുടക്കണ സംഭവങ്ങളായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. സോ നമ്മൾ കളയുമ്പോൾ ഉപ്പിട്ട് കഴുകും, ഉണക്കും, എന്നിട്ട് കീറി പറ്റാണ്ട് കളയും. എനർജി ക്ലെൻസ്ഡ്. ഇപ്പൊ ഇതിനെ കഴുകാനൊന്നും ഇരിക്കണില്ല, കാരണം എനിക്ക് വേറെ കൊട്ട ഇരിക്കുന്നുണ്ട് കഴുകാനായിട്ട്. അപ്പൊ ഇതിനെല്ലാം ഞാന് നമ്മുടെ ഗാർബേജ് ബാഗില് ലാർജ് സൈസ്, സോ അതിനകത്ത് ആക്കി വെക്കാം, കാരണം വേറൊരു ഇടം നഹി ഹേ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിനകത്ത് ഇതേ കാണാമോ, ഇതിനകത്ത് തന്നെ കുറച്ച് ചണിയാച്ചൂരി ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്റൂമിലെ മറ്റേ കഴുകിയ കർട്ടനില്ല, അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് ഞാൻ മാറ്റിട്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഇതിനകത്താക്കാം. സംഭവം പറയുമ്പോൾ എനിക്ക് വളരെ ലേറ്റ് റിയലൈസ് ആയത് ദാറ്റ് ഞാൻ വിന്റർ തുടങ്ങുമ്പോൾ തന്നെ എല്ലാം സമ്മർ വിയർ എല്ലാം വിന്ററിന്റെ സ്ഥാനത്തേക്ക്, വിന്ററിന്റെ എല്ലാം റെഗുലർലി നമ്മൾ എടുക്കാൻ പറ്റിയ സ്ഥാനത്തേക്ക് വേണമായിരുന്നു ഞാൻ ആക്കേണ്ടിരുന്നത്. ബട്ട് ഞാൻ എന്തെന്നാ കാണിച്ചത്, ഞാൻ ഒന്നും കാണിച്ചില്ല. അപ്പൊ ഇപ്പെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി ഉണ്ടല്ലോ 2-2.5 മാസം തണുപ്പ്. എന്റെ കഴിയും. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണ്ടാന്ന് തോന്നുന്നതൊക്കെ മാറ്റാം. കാരണം വിന്ററിന്റെ വെക്കാൻ കുറെ സ്ഥലം വേണം ഗൈസ്. എനിക്കറിയാം നിങ്ങൾക്ക് ആകാംക്ഷയായിരിക്കും എന്തെന്നാണ് അകത്ത്. എന്റെ ഗൈസിന്റെ ഒരു കാര്യം ഇതാണ് അവസ്ഥ. സോ ഏറ്റവും താഴെ ഇരിക്കുന്നതാണ് എന്റെ ഡ്രസ്സില്ലേ, നോർമൽ ഡ്രസ് ഗൗൺ. അത് മിക്കതും സ്ലീവ്ലെസ് ആണ്. എന്റെ മുകളിൽ ഇരിക്കണത് പാർട്ടി വെയർ ബോഡി കോൺസ്, ആ സംഭവങ്ങൾ. ആൻഡ് ഇവിടെ
ട്യൂണിക്സ്. ഇവിടെ എനിക്ക് തോന്നണം എന്തെന്നാണിത് ഇവിടെ ഞാൻ ഇടാത്ത കുറച്ച് ജിം വിയർ. ഓക്കെ ഞാൻ സ്ലിം ആവുമ്പോൾ ഇടുമെന്ന് വിചാരിച്ച വളരെ ചെറിയ കുട്ടിയായിട്ടുള്ളത് എല്ലായിടത്തും മാറ്റി ഞാൻ ഇടുന്നു. എന്നിട്ട് കാരണം ഇതൊക്കെ എനിക്ക് മോട്ടിവേഷൻ തരുന്ന വിചാരിച്ചൊക്കെ ഞാൻ ഇവിടെ വെച്ചത്. പക്ഷെ ഞാൻ എനിക്ക് ആലോചിക്കണം കൂടിയില്ല, ഞാൻ നോക്കാറില്ല, ഞാൻ ഈ കബോർഡേ തുറക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഡ്രോവറിലും ഇതിനകത്തൊക്കെ എൻ്റെ കുട്ടിയായിട്ടുള്ള ക്രോപ്പ് ടോപ്സ് അതെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്, ബാത്ത് റോബ്, ആ സംഭവങ്ങൾ സാറ്റിൻ ആയിട്ടുള്ളത്. എന്ത് മാറ്റണം ഞാൻ അതാണ് ആലോചിക്കണത്. എല്ലാം അങ്ങോട്ട് മാറ്റാലോ, എല്ലാം നമുക്ക് മാറ്റാം, എന്നിട്ട് വിന്റർ വിയർ വെക്കാം. പിന്നെ എവിടെ എന്തൊക്കെ വെക്കണം എന്ന് വെച്ചാൽ അപ്പൊ നോക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇനി വരാൻ പോണ എന്റെ ഫേവറേറ്റ് പാർട്ട്, എല്ലാം വാരി വലിച്ചിടാം. ഓക്കെ, ഞാൻ ആലോചിക്കും ഇതിനകത്തുനിന്ന് കുറെ നമുക്ക് ആക്ച്വലി ഡൊണേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. സാറ്റിന്റെ ഐറ്റംസ് ഞാൻ അവിടെ തന്നെ വെക്കണം. പക്ഷെ നമ്മുടെ ബാത്റൂം അതൊക്കെ ഇല്ല, നമുക്ക് ആവശ്യമുള്ളൂ. ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള എന്നെ കാണുന്നില്ലല്ലേ? ഓക്കെ, അമ്മേ എന്നെ കാണുന്നില്ല. ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഗൗൺ ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ആലോചിക്കാൻ പുറത്തേക്ക് എടുക്കണം. ബിക്കോസ് എന്തായാലും നമ്മൾ ചുരിദാർ ഇട്ടാൽ പോലും കൈയുള്ളതാണെങ്കിൽ പോലും അതിന്റെ മുകളിൽ നമ്മൾ സ്വെറ്റർ ഇടുന്നതല്ലേ. അപ്പൊ സ്ലീവ്ലെസ് ആകുമ്പോൾ ഒന്നും കൂടെ കൺവീനിയന്റ് ആയിരിക്കും എനിക്ക് എവിടെയെങ്കിലും അമ്മ. ആക്ച്വലി അവിടെ പോകുമ്പോഴാണ് ഞാൻ ഇടുന്നത് ഗൗൺ ഡ്രസ്സുകൾ, അമ്പലത്തിൽ പോകുമ്പോഴാണ്. അതിന് 1-2 പോരെ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ വുളൻ വിയേഴ്സ് വെക്കണ തെക്കിനി കാണിച്ചു തരാം. അത് എന്റെ മമ്മിയുടെയും പപ്പയുടെയും എല്ലാവരുടെയും കൂടെ ആയിട്ട് വെച്ചേക്കാട്ട. വുളൻ എന്തോരം സ്ഥലമാണ് എടുക്കണം, ഒരു എണ്ണത്തിന് തന്നെ വേണം 2 ഏക്കർ. ഈ ഒരു വൈറ്റ് ഫർ ജാക്കറ്റ് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, അറിയാമോ? സ്ലിം ആയിട്ട് ഈ കൊല്ലെങ്കിലും അത് നടന്നില്ല. ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി കറക്റ്റ് രീതിയിൽ ഡയറ്റിങ് പഠിച്ചേക്കണം ഗൈസ്. കുറേ സ്റ്റഡി ചെയ്ത് ഫൈനലി കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനിയും മനസ്സിലാക്കാനുണ്ട്. മമ്മിയുടെ ഡയലോഗ് പണ്ടടിക്കുമായിരുന്നു, എന്തെന്നാ എല്ലാം എനിക്ക് അറിയാമെന്ന് ഞാൻ പറയും. മമ്മി പറയും എന്തെന്നാണ്, നീ കടകോളം പഠിച്ചിട്ടുള്ളൂ, നീ കടലോളം കിടക്കുള്ളൂ പോലും. യെസ്, ആക്ച്വലി ഷി വാസ് റൈറ്റ്. ഇത്രേ വുളൻ ഐറ്റം കിടപ്പുണ്ട്, നമുക്കിതെല്ലാം കൊണ്ട് കബോർഡിൽ കുത്തിത്തിരിക്കാം. പ്രൊഡക്റ്റീവ് അല്ലേ, അപ്പൊ നമ്മൾ നല്ല മര്യാദക്ക് മടക്കി വെക്കും. ഓക്കെ, ഞാൻ എപ്പോഴും ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിലാണ് ഗൈസ്. എപ്പോഴും അതെ, പണ്ടും അതെ, എക്സാമിന്റെ തലേ ദിവസം പഠിക്കാതിരിക്കുള്ളൂ. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ആയിരിക്കും. എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്തായാലും ലേറ്റ് ആയിട്ട് എത്തണതും, പക്ഷെ എനിക്ക് അത് അകത്തുനിന്നേ ഇങ്ങനെ വരൂല. സാരില്ല, പോട്ടെ. ഈ കൊല്ലം ഗൈസ് എനിക്ക് പഞ്ച്വാലിറ്റി, യെസ്, അത് പഠിക്കണം. ഞാൻ എന്റെ വിഷൻ ബോർഡിൽ എഴുതാൻ പോവാം. ഓക്കെ, നമുക്ക് മടക്കിയൊക്കെ പിന്നെ വെക്കാട്ടെ. ഇപ്പൊ ഞാൻ വെറുതെ അങ്ങോട്ട് കുത്തി തിരുകയാണ്, സോ ദാറ്റ് നമുക്ക് ഇവിടുന്ന് സ്പേസ് റെഡിയാക്കണം ആദ്യം. എങ്ങനെയുണ്ട് എന്റെ അടവ്? ഇങ്ങനെ കുത്തി കയറ്റാണെങ്കിൽ അത്യാവശ്യം സ്ഥലം ഉണ്ട് കേട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് വേറെ ഐറ്റംസ് ഇവിടെ വെക്കാൻ പറ്റും. തൊപ്പി, ഗ്ലൗസ്, കുട്ടി ഐറ്റംസില്ല, അതെല്ലാം മഫ്ലർ, അതെല്ലാം നമുക്കില്ലേ, ഞാൻ നടുക്കി കാണുന്നില്ലേ ഡോറുള്ളത്, ഡോറ് ആൻഡ് ഇപ്പുറം ഡ്രോവേഴ്സ് ഉണ്ട്, അതിനകത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ ക്ലീനിങ് മാത്രമല്ലേ ഗൈസ്, അറേഞ്ചിങ് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ക്ലീൻ ആക്കണുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പൊ അറേഞ്ച് ചെയ്യണില്ല, വെറുതെ ഇടണുള്ളൂ. ഇപ്പൊ ഇതിന് പകുതിയില്ലേ ഞാൻ എന്തായാലും ഡിവൈഡ് ചെയ്യും. ഇതിനകത്തുനിന്ന് നമുക്ക് കുറെ സമയം ഡൊണേറ്റ് ചെയ്യാനുണ്ട്. ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയുടെ ഹൗസ് ഹെൽപ്പേഴ്സ് ഇല്ലേ, സൊസൈറ്റിയുടെ ഹെൽപ്പേഴ്സ് ഇല്ലേ, ക്ലീൻ ചെയ്യണവര്, അവർക്ക് ഞാൻ കൊടുക്കാറുള്ളതാണ്. സോ യെസ്, അപ്പൊ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യണം. NGOs ഏതൊക്കെ പോകുന്നുള്ളതും പിന്നെ സൊസൈറ്റി ഹെൽപ്പേഴ്സിന് ഏത് കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പൊ ഈ 2 കൊട്ടയിലോട്ടില്ലേ ഞാൻ എന്റെ ജിം വിയർ ആൻഡ് നൈറ്റ് ഡ്രസ് ഇപ്പോഴത്തേക്ക് ആക്കുകയാണ്. ബിക്കോസ് എന്റെ വേറൊരു പ്ലാൻ ഉണ്ട്, നമ്മള് 2 കൂട്ടരെ ഈ മുറിയിലോട്ട് കൊണ്ടുവരൂട്ടാ. ആ സമയത്ത് മേ ബി ഈ 2 കൊട്ട ഇവിടെ നിന്ന് മാറും. ഇതിനകത്തില്ലേ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാണൂല. ഈ മോളിൽ കഴുകി നമ്മൾ കൊണ്ടിടാൻ മുകളിലുള്ളത് തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, താഴത്തുള്ളത് അവിടെ തന്നെ ഇരിക്കും. സോ എനിക്ക് അത് കുറച്ച് ചേഞ്ച് ആക്കണം. ടീഷർട്ട് എങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് എന്തോരം മുടിയാണെന്ന് അറിയാമോ എന്റെ. ഓ മൈ ഗോഡ്, ഒന്നും പറയാല്ല. എന്റെ തലയിൽ കാട്ടി കൂടുതൽ മുടി ഇപ്പൊ ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറൊരു ഷിൻചാന്റെ പ്രോപ്പർ ജിമ്മിന് പറ്റിയ ടീഷർട്ട് ഇട്ടാ നോക്കിയേ, ബാർബൽ പൊക്കണം. സോ ക്യൂട്ട്, ഐ ആം ജസ്റ്റ് ലവിങ് ഇറ്റ്.
ക്ലിയർലി യു ക്യാൻ സീ എന്റെ വീട്ടിലുള്ള ഉടുപ്പിനെക്കാട്ടും കൂടുതൽ എനിക്ക് ജിം വെയർ ആണ് ഗൈസ്. എന്നിട്ട് ഇടുന്നത് എപ്പോഴും കോമൺ ആയിട്ടുള്ളതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ എന്താ, ഞാൻ ഒരു സ്റ്റൈലിൽ അതിങ്ങനെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. പിന്നെ അത് പുറത്തേക്ക് പോകില്ല, അത് ഈ തന്നെ ഇങ്ങനെ കുടുങ്ങി കിടക്കും. സോ അതിൽ നിന്നൊക്കെ എനിക്ക് ഇനി മാറണം. എനിക്ക് കുറെ ജിമ്മിന്റെ റെഗുലർലി ഇടുന്ന ഒരു റെഡ് ബ്ലൂ ടീഷർട്ട് ഒക്കെ ഉണ്ട്, അതെടുത്ത് ഞാൻ കളയും, പിന്നെ ഞാൻ എങ്ങനെ ഇടും. പിന്നെ എന്തായാലും ഞാൻ എന്റെ സ്റ്റൈൽ മാറ്റിയേ പറ്റും. എങ്ങനെ ഉണ്ട് ആക്ച്വലി കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്. എന്റെ 2026 ആസ് എ റിസൊല്യൂഷൻ തന്നെ പറയാം, എനിക്ക് എന്നെ കുറെ എന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്കാണ്. ക്യൂട്ടാ നോക്കിയേ. എന്റെ ഏപ്രിൽ കിട്ടി, ഇത് നമുക്ക് കിച്ചണിൽ തന്നെ കൊണ്ടുവയ്ക്കാം. അപ്പൊ അതെ ഇവിടെ ഓൾറെഡി കുറെ ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ബെഡ്ഷീറ്റ് ഇവിടെ നിന്ന് മരണം. ആക്ച്വലി എനിക്ക് കഴുകേണ്ടി വരും തോന്നുന്നുണ്ട് മിക്കവാറും. ആക്ച്വലി അത് കളയും ഭയങ്കര നരച്ച് ഞാൻ എവിടെയും കണ്ട പിഞ്ചി കീറിയിട്ടൊക്കെ ഉണ്ടാവും. എന്റെ ഇവിടെ കാണുന്നില്ല, ഇതാണ് എന്റെ ജ്വല്ലറീസ്, ഗർഭയുടെ നവരാത്രി ജ്വല്ലറി സെറ്റ്. അപ്പൊ പിന്നെ കുറച്ച് നമ്മുടെ അതിന്റെ തന്നെ ഡെക്കോർ ഐറ്റംസ് ഉണ്ട് നവരാത്രിയുടെ, പില്ലോ അങ്ങനെയൊക്കെ ആയിട്ട്. പില്ലോ അല്ല, കുഷൻ. സോ അതൊക്കെ എടുത്ത് നമുക്ക് ഇപ്പൊ സ്റ്റോർ റൂമിലോട്ട് ആക്കാം. കാരണം നമുക്ക് ഈ ഏരിയ ഒന്ന് കാലിയായി കിട്ടണം. ബിക്കോസ് ഇവിടെയാണ് മറ്റേ ഞാൻ പറഞ്ഞ ആൾക്കാർ വരാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. നമുക്കൊരു പേരക്ക ആൻഡ് ഒരു ഓറഞ്ച് കഴിക്കാം. ഓക്കെ, യു നോ വാട്ട്, ഇന്നെന്റെ ഏകാദശിയാണ് ഗൈസ്. തേരി മൊഹബ്ബത്ത് മേ ജൽനാ ഭി ഹൈ और तुझसे बच के निकलना भी है. എന്ത് നല്ല മൂവിയായിരുന്നു ഗൈസ് ദുരന്തർ. കഴിഞ്ഞ ആഴ്ച ഞാൻ കാണാൻ പോയതായിരുന്നു. പോളി എന്ന് പറഞ്ഞ പോളി. എനിക്ക് ആദ്യമായിട്ട് രൺവീർ സിംഗിനോട് ക്രഷ് വന്നിട്ട് ആദ്യമായിട്ട്. ഹി വാസ് സോ ഹോട്ട്. അതിലുള്ള ആക്ട്രസ് ഈക്വലി സോ ബ്യൂട്ടിഫുൾ. ക്ലീനിങ് പ്ലസ് ഇല്ല. യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഓറഞ്ച് ഇങ്ങനെ കഴുകിയിട്ട് ഒന്നിങ്ങനെ തുടയ്ക്കും. കാരണം നമുക്ക് ഇതിൽ നിന്ന് ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ഇതിന്റെ തൊലി കളയില്ല ഗൈസ്, അതിന് വേണ്ടിട്ടാ. കണ്ട എന്റെ ഓറഞ്ച് തൊലിയുടെ കളക്ഷൻ ഇവിടെ ഉണങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഓൾഡ് ബാച്ച് ആണ്. ഇത് ഓൾറെഡി കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിലാണ് ആക്ച്വലി ഉണക്കണത്. കാരണം വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞാൽ അതിന്റെ വൈറ്റമിൻ സി കുറഞ്ഞു പോയാലോ. ആദ്യം കഴുകും ഞാൻ, കാരണം ഇത് പിന്നെ പൊടിച്ചിട്ട് എനിക്ക് എന്നിട്ട് യൂസ് ചെയ്യേണ്ടത്. ഞാൻ പരമാവധി ശ്രദ്ധിക്കും തൊലിയുടെ ഈ ഒരു എന്താ പറയാ സൈസ് ചെറുതായിരിക്കണം. അപ്പൊ പെട്ടെന്ന് ഉണങ്ങും. മനസ്സിലായി? വലുതായിരിക്കാൻ കുറച്ച് സമയം എടുക്കും. വേഗം അതിന് കാറ്റ് കിട്ടുമല്ലോ, അപ്പൊ വേഗം ഉണങ്ങും. ഞാൻ പേരക്കയും കഴുകിയിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കുറച്ച് ഞാനേ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടിയില്ലേ, അത് ഇച്ചിരി ഈ പേരക്കയില് തുരി കൊടുക്കൂട്ടാ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഗോവ തണുപ്പാണ്, അതിന്റെ തണുപ്പ് ഭയങ്കര ഏക്കാണ്ടിരിക്കാനാണ് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഗോവ ദഹിക്കാൻ പാടായിരിക്കും, അതായിരിക്കാം. ബിക്കോസ് ഭയങ്കര ഫൈബർ ഉള്ളതല്ലേ ഗോവയിൽ. യെസ് ഗൈസ്, ഭയങ്കര ഫൈബർ ആൻഡ് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാ. മൂന്നാമത്തത് എനിക്കൊന്നൊരു ടേസ്റ്റ്. യെസ്, എനിക്ക് ടേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കിട്ടുമല്ലോ. സോ വൈ നോട്ട്? ലെറ്റ്സ് ഹാവ്. ദിസ് ഈസ് യുവർ സൈൻ ടു ഹാവ് ഫ്രൂട്ട്സ് ഡെയിലി. ഗ്ലോ സ്കിൻ വേണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങും ഗൈസ്. എല്ലാവരും കഴിച്ചോ? വെർച്വലി കഴിച്ചില്ല, ഇനി റിയലും അവിടെ മേടിച്ച് കഴിക്കണം. ഓക്കെ, ഞാൻ വിചാരിച്ചിരുന്നത് അകത്ത് പിങ്ക് കളറിന്റെ ഗോവ ഉണ്ടാവില്ല, അതാവുന്ന അതിനകത്ത് കൂടുതൽ വൈറ്റമിൻ സി ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കണേ. യെസ്, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ബിഗ് എതൾ. ഓക്കെ ഗൈസ്, സസ്പെൻസ് ഇപ്പൊ തന്നെ പൊട്ടിച്ചേക്കാം, കാരണം വേറെ നിവർത്തിയില്ല, ഇത് ഞാൻ തന്നെ ചുമക്കണം. ഓക്കെ, അപ്പൊ നമ്മള് കുറെ നാളായിട്ട് ഈ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോവേഴ്സ് നമ്മുടെ സ്റ്റുഡിയോ റൂമിലാണ്. ആക്ച്വലി ഇവിടെ അത്ര ആവശ്യമില്ല, എനിക്ക് വളരെ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഇൻട്രോസിനുള്ള ടോപ്സ് അതൊക്കെ മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് ആവശ്യം വരുന്നത് നമുക്ക് ആ മൂന്നാമത്തെ മുറിയാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു മുറിയാണ് എൻ്റെ ഈ വാക്ക് ഇൻ ക്ലോസറ്റ് ആവാൻ പോണത്. എനിക്ക് നന്നായിട്ടൊന്ന് കറക്റ്റ് സെറ്റപ്പ് ആക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ അവിടെ മൂവ് ചെയ്യണം. ബട്ട് ബിഫോർ ദാറ്റ് എനിക്ക് എൻ്റെ ഒരു വർക്ക് സ്ലൈഡ് സ്റ്റഡി ടേബിളിനെ ഇവിടെ നിന്ന് മാറ്റണം ഗൈസ്. ആൻഡ് അത് മാറ്റാനും പാടായിരിക്കും. അവിടെ എൻ്റെ 2 വലിയ ഷാഗി റഗ് കാർപ്പറ്റ് ഉണ്ടാവില്ലേ, അത് വെച്ചേക്കാം ഞാൻ അവിടെ. അതാദ്യം മാറ്റണം, എന്നിട്ട് ടേബിൾ നീക്ക്. ഓ മൈ ഗോഡ്, ലവിങ് മൈ അലോൺ ലൈഫ്. കുറച്ചും കൂടെ സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യട്ടെ. ഈ സമയത്ത് എനിക്ക് ചൂടെടുത്ത് തുടങ്ങാൻ കേട്ടോ. ഇനി ഞാൻ മാറില്ല, കാരണം 4 മണി ഓൾറെഡി ആയി. ഇനിയിപ്പോ ഒരു 5-5:30 ആകുമ്പോൾ നമുക്ക് എന്തായാലും ബോഡി വാഷ് ഒക്കെ ചെയ്ത് നാമം ചൊല്ലേണ്ടതാണ്, വിളക്ക് കത്തിച്ച്. സോ യെസ്, നമുക്ക് എവിടെ നിന്ന് തുടങ്ങും? ഞാൻ ഇവിടെ തന്നെ കുറെ ഞാൻ ആദ്യം ആലോചിക്കട്ടെ ഗൈസ് എന്താ വേണ്ടത്. ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് റഗ്ഗിന് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇടാം.
ടേബിളിനെ നീക്കാം, റിംഗ് ലൈറ്റിനെ ഹോളിൽ കൊണ്ടുവയ്ക്കാം, എന്നിട്ട് ഇത് അങ്ങോട്ട് നീക്കിക്കൊണ്ടാവും. കഴിവ്. ഇത്രയും നാളെ ഞാൻ എന്നെ നല്ലോണം വഷളാക്കി. ഇനി നടക്കൂല. ഇനി ബാക്ക് ടു മൈ പ്രൊഡക്റ്റീവ് എറ. സംഭവം എന്താണെന്നറിയാമോ ഗൈസ്, എനിക്ക് കുറച്ചിങ്ങനെ മാസങ്ങൾ, ഒരു 6 months ഇല്ലെങ്കിലും ठीक है അതിനെക്കാട്ടും കുറവ് ഒരു 4 months ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫർണിച്ചർ ചേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തോ പുതുമ തോന്നും, ഫ്രഷ് സ്റ്റാർട്ട്. നിങ്ങൾക്ക് ലെറ്റ് മീ നോ. ഞാൻ പണ്ടേ മുതൽ എനിക്ക് ഈ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ഓക്കെ, ഞാൻ വിചാരിച്ചു തുരുമ്പ് പിടിച്ചു എന്റെ ട്രൈപോഡ്. അത് മുൽത്താനി മിട്ടിയായത്. എന്റെ കൊണ്ടുവന്നിട്ട് മറന്നുപോയ ഡംബിൾസ്. ഓ മയിൽപ്പീല് വളഞ്ഞു, സോറി. നമുക്ക് മാസ്ക് വെച്ചേക്ക, റിക്സ് എടുക്കണം. ഒടിച്ച ഇടിച്ച് അടി പോട്ടെ. ബൈക്ക് ഗൈസ് അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ വെക്കണത് സേഫ് അല്ലായിരുന്നു കേട്ടോ. കാരണം എപ്പ ഞാൻ ഇത് തുറക്കും, അപ്പ ഇത് തന്നെയായിരുന്നു പണി. പക്ഷെ ഇന്ന് ഒന്ന് പതുക്കെ കൊണ്ടുപോയി. ഇങ്ങനെങ്കിലും കവള് പിച്ചാൻ കിട്ടിയല്ലോ. മാറ് ബ്രോ, ഞാൻ വരണ കണ്ടൂടെ? അയ്യോ, ഇത് അവിടെന്ന് മറന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? വാങ്ങി രണ്ടാമത്തെ ചുമക്കാം. നിങ്ങളെ വീണ്ടും മുമ്പിൽ വന്ന എന്ത് വേണം? ഞാൻ നിങ്ങളെ എന്ത് വേണം? I am loving it guys. ഒന്നും പറയാനില്ല. എനിക്ക് എത്ര സ്റ്റോറിയാ സുഖമായിട്ടല്ലേ. Oh my goodness. ഇതെന്താ എനിക്ക് ആദ്യം ഐഡിയ വന്നില്ല ആയതുകൊണ്ടും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് വിൻഡോ മറക്കി വന്നിട്ടാ. ബട്ട് നോ, നമുക്ക് ഇത്രയും വിൻഡോ ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പൊ 5 മണിയായിട്ടുണ്ട്. എനിക്ക് പാത്രമൊക്കെ കഴുകാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ഒക്കെ അതിന് ശേഷം വിളക്കത്തിച്ച് നാമം ചൊല്ലണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഇത് ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാർട്സ് ഉണ്ട്, അത് നമ്മൾ ഇപ്പൊ ചെയ്യില്ല. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ കുറെ കൊണ്ടുവന്നത് ഡൈനിങ് ഏരിയയിൽ നിരത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മള് ഇവിടെ നിരത്തുന്നതാണ്. പപ്പയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് അതേ പപ്പ ഈ റൂം ഫുൾ ക്ലീൻ ആയെന്നുള്ളത്. അപ്പൊ പപ്പ ഹാപ്പിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഇറങ്ങിയപ്പോ ഇപ്പുറത്ത് നോക്കുമ്പോ എന്താ ആ മുറിയിലല്ല. My God, ചിരിച്ച് ശ്വാസം പറ്റണു. ഇപ്പൊ ഈവനിങ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് നൈറ്റിലോട്ടെ ഭയങ്കര അങ്ങോട്ട് കയോട്ടിക് ആയിട്ടുള്ള റൂട്ടീൻ ഇഷ്ടമല്ല ഗൈസ്. ഐ വാണ്ട് പീസ്, കാമിങ് റൂട്ടീൻ. സോ യെസ്, ആദ്യം ഇതെല്ലാം കൊണ്ട് ഞാൻ അവിടെ നോക്കട്ടെ. എനിക്ക് ചിരി വന്നിട്ട് എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടു എന്റെ ട്രിക്ക്? ഡൺ. പാത്രം, അയ്യോ ആക്ച്വലി ഇന്ന് എനിക്ക് അത്രയും പാത്രമില്ല. ബിക്കോസ് ഏകാദശി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പാത്രം നിരത്തേണ്ടി വന്നിട്ടില്ല. യെസ്, കുറച്ചിങ്ങനെ ഇച്ചിരി പാത്രമുണ്ട്. ഓക്കെ, ഞാൻ ഇനി പോവും ബോഡി വാഷും എന്നിട്ട് നമുക്ക് വിളക്കത്തിച്ച് നാമം ചൊല്ലാം. വേഗാവട്ടെ, ലേറ്റ് ആവുന്നു.
വിളക്കത്തിച്ചു നാമം ചൊല്ലി. ഇനി നമുക്ക് ഫുഡ്. പനീർ പറാഠ നിങ്ങൾ ഓർഡർ ചെയ്ത്. ആക്ച്വലി ഏകാദശി ഫ്രണ്ട്ലി ഫുഡാണ് ഗൈസ്. ബട്ട് സത്യം പറയട്ടെ എനിക്ക് ഒട്ടും മനസ്സിൽ പാല് കുടിക്കണം എന്ന് ആഗ്രഹം, പക്ഷെ പാലില്ല. ഇനി പാലിന് വേണ്ടിയിട്ട് ഞാൻ സെപ്റ്റോ ബിപ്റ്റോ ഒന്നും ചെയ്യാൻ പോണില്ല. ഓ മൈ ഗോഡ് ഗൈസ്, എൻ്റെ അടുത്ത് പാലിരിപ്പുണ്ട്, നമുക്ക് പാൽ തിളപ്പിച്ച് കുടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിളക്കട്ടെ. ആൻഡ് ഞാൻ അത്രയും നേരം ഇരുന്ന് ഗ്രേറ്റ്ഫുൾ ഫീൽ ചെയ്യട്ടെ. സീ ഗൈസ്, ഇതാണ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. ഇനി ഈശ്വര എനിക്ക് വേണ്ടിയിരുന്നത് കൊണ്ട് പെട്ടെന്ന് ആ സമയത്ത് പാല് വന്നതാണോ, അതെന്തായാലും പോസിബിൾ അല്ല. ബട്ട് ഐ എം സോ ഹാപ്പി. കമാൺ വേഗം ആവട്ടെ, എനിക്ക് വിശക്കണു. ഡേറ്റ് സിറപ്പ്. Bon appetit. Purple you are. Oh, good night.